ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ 2009 റിലീസായ മദർ എന്നൊരു കൊറിയൻ മൂവിയാണ് ഇന്ന് ഷോർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. താല്പര്യം തോന്നിയാൽ മുഴുവൻ കാണണം, സപ്പോർട്ട് ചെയ്യണം. ബുദ്ധിശക്തി കുറഞ്ഞ ഒരു യുവാവിനെതിരെ കൊലപാതക കുറ്റം ചുമത്തുന്നു. അവന്റെ അമ്മ തന്റെ മകൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ പാടുപെടുന്നതാണ് ഈ സിനിമയുടെ സ്റ്റോറി. ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു മകനും മകനെ ഓവറായിട്ട് കെയർ ചെയ്യുന്ന ഒരു അമ്മയും. മകന്റെ പേര് ഡോജൂൺ. അമ്മയ്ക്ക് പ്രത്യേക പേര് ഈ സിനിമയിൽ മെൻഷൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്ക് അവരെ അമ്മ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഈ ഡോജൂൺ അമ്മയുടെ കൂടെയാണ് കിടന്നുറങ്ങുന്നത്. അമ്മയാണ് ഭക്ഷണം വാരി കൊടുക്കുന്നത്. അവൻ എവിടെയെങ്കിലും പോയി മൂത്രമൊഴിച്ചാൽ അവിടെ കഴുകി വൃത്തിയാക്കാൻ വരെ ഉടനടി അമ്മയെത്തും. ഡോജൂണിന് ബുദ്ധിക്ക് പ്രശ്നമുണ്ടെങ്കിലും നല്ല ഓർമ്മശക്തിയുണ്ട്. പക്ഷെ അവന് ഭയങ്കര കൺഫ്യൂസ്ഡ് മൈൻഡാണ്. അതുകൊണ്ട് ഈ ഓർമ്മകളൊക്കെ അപൂർവമായിട്ട് മാത്രമേ കിട്ടൂ. സിനിമയുടെ തുടക്കത്തിൽ ഡോജൂണിനെ ഒരു കാർ ഇടിക്കുന്നുണ്ട്. അതിന്റെ പ്രതികാരത്തിന്റെ ഭാഗമായി ഡോജൂണിന്റെ ഫ്രണ്ട് ഈ കാറിന്റെ കണ്ണാടി തകർക്കുന്നു. പക്ഷെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ രക്ഷപ്പെടാൻ ഈ ഫ്രണ്ട് ഡോജൂണിനോട് നീ എന്തിനാ കണ്ണാടി തകർത്തതെന്ന് ചോദിക്കുമ്പോൾ കൺഫ്യൂസ്ഡ് മൈൻഡുള്ള ഇന്നസെന്റ് ആയ ഡോജൂൺ താൻ തന്നെയാണ് കണ്ണാടി പൊട്ടിച്ചതെന്ന് സ്വയം വിശ്വസിക്കുന്നു. പക്ഷെ മറ്റൊരു സന്ദർഭത്തിൽ ആ കണ്ണാടി പൊട്ടിച്ചത് താനല്ല, തന്റെ സുഹൃത്താണെന്ന് ഡോജൂൺ ഓർമ്മിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ അവന് 3 വയസ്സുള്ളപ്പോ അവന്റെ അമ്മ എലിവിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയെന്നത് വളരെ പ്രായമായിട്ടാണ് അവന്റെ ഓർമ്മയിൽ വരുന്നത്. ഒരു ദിവസം രാവിലെ ഒരു സ്കൂൾ പെൺകുട്ടിയെ കൊലപ്പെടുത്തി നനഞ്ഞ തുണി പോലെ കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടെത്തി. പോലീസിന് ഈ കുറ്റകൃത്യം ആരാ ചെയ്തതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിർഭാഗ്യവശാൽ ഡോജു മുൻപൊരിക്കൽ മോഷ്ടിച്ച ഒരു ഗോൾഫ് ബോൾ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തി. പോലീസുകാർ അവനെ അറസ്റ്റ് ചെയ്യുകയും കൊലപാതക കുറ്റം ചുമത്തുകയും ചെയ്യുന്നു. ഇവനാണെ മുൻപ് പറഞ്ഞതുപോലെ കൺഫ്യൂസ്ഡ് മൈൻഡ് ഉള്ളതുകൊണ്ട് നീയാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് ഞങ്ങൾക്കറിയാം, എന്തിനാണ് ചെയ്തതെന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന് പോലീസുകാർ പറഞ്ഞപ്പോൾ തന്നെ ചെക്കൻ കുറ്റം സമ്മതിച്ചു. ഇവനാണെങ്കിൽ വരും വരായ്മകളെ പറ്റി ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലല്ലോ. പക്ഷെ ആരെങ്കിലും ഇവനെ മണ്ടരെന്ന് വിളിച്ചാൽ ഇവൻ അവരെ എടുത്തിട്ട് പെരുമാറും. അവന്റെ അമ്മ അവനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ മോനെ നീ ചെയ്യാത്ത കുറ്റം സമ്മതിക്കുന്നത്? അല്ല, അവര് ഞാനിത് ചെയ്തെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അതങ്ങ് സമ്മതിച്ചു എന്നാണ് അവന്റെ മറുപടി വരെ. തന്റെ മകൻ എങ്ങനെയാണെന്നും ഒരു കൊലപാതകം ചെയ്യാൻ ഒരു വഴിയുമില്ലെന്ന് അവന്റെ അമ്മയ്ക്കറിയാം. കൊലപാതകവുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കാനും തന്റെ മകൻ നിരപരാധിയാണെന്ന് തെളിയിക്കാനും ആ അമ്മ ഒരു പോരാട്ടം തന്നെ പിന്നീട് നടത്തുവാണ്. അടുത്ത ദിവസം പോലീസുകാർ ഇവനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നു. അവര് പറഞ്ഞതുപോലൊക്കെ ഇവനും ചെയ്യുന്നുണ്ട്. ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ ഇവൻ എന്തോ കിഡിലൻ പരിപാടി ഒപ്പിച്ചതുപോലാണ് ഇവന്റെ ആറ്റിറ്റ്യൂഡ്. ഇവന്റെ അമ്മയാണെങ്കിൽ എന്റെ മകൻ നിരപരാധിയാണ്, പോലീസുകാർ ഇവനെ കുടുക്കിയതാണ് എന്നൊക്കെ വിളിച്ചു കൂവുന്നുണ്ടെങ്കിലും ആൾക്കാർ ആ സ്ത്രീയെ പരിഹസിച്ച് മാറ്റി നിർത്തുന്നു. ഒരു വക്കീലിനെയൊക്കെ കൊണ്ടുവന്നെങ്കിലും ഇവന്റെ കിളിപോയ സംസാരം കേട്ടിട്ട് ഇതൊന്നും നടക്കാൻ പോണില്ലെന്ന് പറഞ്ഞ് വക്കീലും കൈയൊഴിഞ്ഞു. ഈ അമ്മയാണെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടാൻ മരിച്ച പെൺകുട്ടിയെ അറിയാവുന്നവരൊക്കെ പോയി കാണുന്നു. അങ്ങനെ ഈ അമ്മച്ചി ഒരു കാര്യം മനസ്സിലാക്കുന്നു.